2026 മോഡൽ എക്സാമിനേഷനിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ നമ്പർ ബിലോ ക്യാൻ ബി എ ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് 5, 8, 11? 5, 8, 11 എന്ന് കണ്ടിന്യൂ ചെയ്യുന്ന ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആവാൻ സാധ്യതയുള്ള നമ്പർ താഴെ തന്നുള്ളതിൽ ഏതായിരിക്കും? 25 ആവും, 30 ആവും, 35 ആവും, 40 ആവും. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡ് ഉണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? xn = dn + f - d. ഇനി ഈ കേസിൽ നോക്കിയേ, കോമൺ ഡിഫറൻസ് എന്താ വരാം? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം 8, ഫസ്റ്റ് ടേം 5, കുറച്ച് കഴിഞ്ഞാൽ എത്ര വന്നു? 3 വന്നു. അതുപോലെ തന്നെ എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം എത്ര വന്നു? 5. എങ്കിൽ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വെച്ചാൽ എന്ത് വരും? ഡി കാണുന്നോടത്ത് ഞാൻ 3 എഴുതി, n + f - d. എഫ് കാണുന്നോടത്ത് എന്ത് എഴുതി? 5, ഡി കാണുന്നോടത്ത് എന്ത് എഴുതി? 3. അപ്പോൾ ഇതെന്ത് വരും? 3n + 2. ഇതാണ് എൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ. ഏത്? ഈ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ. ഇനി ഇതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏത്? xn = 3n + 2യുടെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ മീനിങ് അറിഞ്ഞിരിക്കണം നല്ലതാണ്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 3n എന്താ സൂചിപ്പിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 3 കൊണ്ട് ഹരിച്ചാൽ എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരണം? 2 റിമൈൻഡർ വരണം. അപ്പോൾ ഈ കാണുന്നത് റിമൈൻഡർ. അപ്പോൾ ഇതിൻ്റെ മീനിങ് xn = 3n + 2 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരണം. എങ്കിൽ നമുക്ക് ഇതിൽ തന്നുള്ള ഓരോ നമ്പറിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 25നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഈ നമ്പർ എന്നിൻ്റെ കൂടെയുള്ള നമ്പർ കേട്ടോ. 8 ടൈംസ് 24, റിമൈൻഡർ 1. അപ്പോൾ ഇതല്ല, റിമൈൻഡർ നമുക്ക് 2 വരണമായിരുന്നു. 13നെ ഡിവൈഡ് ചെയ്ത് നോക്കാം 3 കൊണ്ട്. 10 ടൈംസ് 30, റിമൈൻഡർ എത്ര വന്നു? 0. പറ്റില്ല. 35നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 35നെ ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര ടൈംസ് പോവും? 8 3s are 32. അല്ല, 8 9 10 11 12 11 ടൈംസ് പോവും അല്ലേ? ഓക്കെ, 11 ടൈംസ് പോവും. ഓക്കെ, എത്ര ടൈംസ് പോവും? 11 ടൈംസ്. അപ്പോൾ 33, റിമൈൻഡർ എന്ത് വന്നു? 2. അപ്പോൾ നോക്കിയേ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എന്ത് വന്നു? 2 വന്നു. അതുകൊണ്ട് ഏതാ ടേം വരാം? 35. അപ്പോൾ ആൻസർ എന്താ വരാം? 35 ആയിരിക്കും ഈ സീക്വൻസിലെ ഒരു ടേം. അപ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് ഇതാണ്. എന്ത്? ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക, എന്നിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ.